മറ്റൊരു വാർത്ത വരുന്നത് ഈ സമാനമായി തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. റഷ്യയിൽ വലിയ തോതിലുള്ള ആക്രമണം യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് യുക്രൈനെ വിറപ്പിച്ചുകൊണ്ടുള്ള ആക്രമണം ഉക്രൈൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സ്വന്തം ജന്മനാടായ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന് ഗവർണർ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അവിടെ വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. നേരത്തെ റഷ്യ പ്രതീക്ഷിച്ചിരുന്നത് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം, ഉക്രൈനെ അങ്ങ് തകർത്ത് കളയാമെന്നൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ മൊബൈൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ പോലും തടസ്സപ്പെടുന്ന വിധത്തിൽ റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം 376ഓളം യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതായത് തങ്ങളെ ബാധിക്കില്ല ഈ യുദ്ധമെന്ന് വിചാരിച്ചു വെച്ചിരുന്ന റഷ്യൻ ജനതയ്ക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ചെറിയ പ്രശ്നങ്ങളല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ വിലക്കയറ്റം ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, യുക്രൈൻ്റെ ഈ റഷ്യയിൽ നടക്കുന്ന വലിയൊരു സാമ്പത്തിക സമ്മേളനം, ലോക നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു സാമ്പത്തിക സമ്മേളനം ഈ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടക്കേണ്ടതാണ്. അവിടെയാണ് ഈ ആക്രമണം ഉണ്ടാവുകയും പുകപടലങ്ങളും കറുത്ത പുകയൊക്കെ ഉയരുകയും ചെയ്ത് നാവികസേനയുടെ വലിയൊരു കപ്പൽ തകരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അത് റഷ്യയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അജയ്, റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അവിടെ ഇന്ധന വില വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. വിമാന ഇന്ധന ഇറക്കുമതി അവർ നിർത്തിവെക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ വലിയ തോതിലുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നു. റേഷനിങ് ഏർപ്പെടുത്തേണ്ട സമ്പ്രദായത്തിലേക്ക് പോകുന്നു. നിരവധി സൈനികർ നഷ്ടപ്പെടുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ യുക്രൈൻ കടുപ്പിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്തിടെ നടന്ന ചില ചർച്ചകളിലുണ്ടായ തിരിച്ചടി അത് തന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പശ്ചാത്തലം എന്ന് നമുക്ക് കാണാനാകും. ഇപ്പോൾ യുക്രൈൻ്റെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കിയെ നേരിട്ട് കാണേണ്ട ആവശ്യമില്ല എന്ന് ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് സമാധാന ചർച്ചകളെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ വ്ളാഡിമിർ സെലൻസ്കിയെ കാണുന്നത് നിഷേധിച്ചുകൊണ്ടുള്ള പുടിൻ്റെ പരാമർശം വന്നതിന് തൊട്ട് പിന്നാലെയാണ് യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് റഷ്യക്കകത്തേക്ക് ഇത്ര ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത്ര വ്യാപകമായിട്ടുള്ള രീതിയിൽ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഉൾപ്പെടെ കനത്ത ആക്രമണം നടത്തുന്ന വിധം അത് ഇപ്പോൾ മുൻപെങ്ങും അങ്ങനെ വലിയ തരത്തിൽ കണ്ടിട്ടില്ല. റഷ്യക്ക് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള തിരിച്ചടികൾ യുക്രൈൻ നൽകിയിട്ടുണ്ട്. എന്നാലും കൂടുതൽ പ്രതിരോധിച്ച് നിൽക്കാനാണ് യുക്രൈൻ സേന പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ അത് റഷ്യയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ചർച്ചയിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യുക്രൈൻ്റെ ഒരു ശ്രമമായിട്ടാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത്. ഈ ആക്രമണത്തിൽ ഏതാണ്ട് 376 ഡ്രോണുകൾ വരെ യുക്രൈൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് റഷ്യ ഒരു ചർച്ചകൾക്ക് തയ്യാറാകുന്നതായിട്ടുള്ള സൂചനകളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. വളരെ പ്രകോപനപരമായിട്ട് തന്നെയാണ് റഷ്യ ഇപ്പോഴും പ്രതികരിക്കുന്നത്. ഇതിന് ഇപ്പോൾ ശക്തമായിട്ടുള്ള തിരിച്ചടി മേഖലയിലേക്ക് നൽകുമോ എന്നുള്ള കാര്യമൊന്നും അവർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക് ഈ യുദ്ധം അത് ഉയർന്നു പോകാനുള്ള എല്ലാ പശ്ചാത്തലവുമുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഒരു വെടിനിർത്തലൊക്കെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തേന് സമാനമായി ആ വെടിനിർത്തലിലും ലംഘനമുണ്ടാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും യുക്രൈൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ അത് പുടിൻ്റെ ഒരു പരാമർശത്തിലുള്ള പ്രകോപനത്താലാണ് എന്നാണ് നമുക്ക് വിലയിരുത്താനാകുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.